हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 10-ാമത്തെ ശ്ലോകമാണ് ചൊല്ലേണ്ടത്. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വ ഏഷാവോസ്തി ഇഷ്ടകാമധുക്. പ്രസവിഷ്യധ്വം ഏഷ വ ഇഷ്ടകാമധുക് എന്നാണ് അന്വയം വരുന്നത്. മലയാളം: ഇമ്മന്നിനോടൊപ്പം കർമ്മത്തെ നിർമ്മിച്ചോതി പ്രജാപതി, ഇതേ വഴി വളർന്നിടാം ഇതേതിഷ്ടങ്ങളും തരും. അപ്പം കർമ്മം ചെയ്യലാണ്, യജ്ഞഭാവേന കർമ്മം ചെയ്യലാണ് ഭഗവത്ഗീതയുടെ കർമ്മരഹസ്യം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ തുടരുകയാണ്. പ്രജാപതി പുരാ സഹയജ്ഞാഃ പ്രജാ സൃഷ്ട്വാ ഉവാച. സൃഷ്ടികർത്താവ് പണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ യജ്ഞഭാവനാസഹിതരായിട്ട് പ്രജകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അനേന ഈ യജ്ഞഭാവന കൊണ്ട് പ്രസവിഷ്യധ്വം നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക, ഏഷഃ വാ ഇഷ്ടകാമധുക് അസ്തു ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവായി മാറട്ടെ. പ്രജാസൃഷ്ടി നടത്തുമ്പോൾ ബ്രഹ്മാവ് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ യജ്ഞഭാവം സൃഷ്ടിച്ചിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. യജ്ഞഭാവം എന്ന് പറഞ്ഞാൽ ത്യാഗമനോഭാവമാണ്. അതായത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, സമുദ്രമുണ്ട്, ഭൂമിയുണ്ട്, വായുവുണ്ട്, എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യരെ സൃഷ്ടിച്ചു. അപ്പോൾ സൂര്യൻ എന്നും രാവിലെ പ്രകാശിക്കുന്നു, രാത്രി അസ്തമിക്കുന്നു. ചന്ദ്രനും അതുപോലെ തന്നെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സമുദ്രത്തിലാണെങ്കിൽ എപ്പോഴും വെള്ളം തിരയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഭൂമിയുടെ കാര്യം പറയുകയാണെങ്കിലോ, ഭൂമി എന്തൊക്കെ നമ്മൾ ചെയ്താലും ഭൂമി മുഴുവനായിട്ടും ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? വെട്ടുന്നു, കുത്തുന്നു, കളയ്ക്കുന്നു, എല്ലാം. ഇതെല്ലാം നമ്മൾ നാരായണീയത്തിലും കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം പലതും നമുക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് 24 ഗുരുക്കന്മാർ എന്നുള്ളൊരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ത്യാഗ മനോഭാവത്തോടെയാണ് നിലനിൽക്കുന്നത്. അല്ലാതെ ഒന്നിനോടും ഒരു ആസക്തിയോ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തതുകൊണ്ട് സൂര്യൻ രാവിലെ വിചാരിക്കുകയാണ് ഞാൻ പ്രകാശിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ട്, ഇല്ല. ഒരു സ്വാർത്ഥ താല്പര്യതയില്ല, ഒരു ഉദ്ദേശവും ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും നിലകൊള്ളുന്നത്. അപ്പം നമ്മുടെ കർമ്മങ്ങളും അതുപോലെ തന്നെ ആവണം. മനുഷ്യൻ മാത്രമാണ് ഇതിൽ ഇനിയിപ്പോൾ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഇതിൽ വ്യത്യാസം മനുഷ്യൻ മാത്രമാണ് കുറച്ചെങ്കിലും സ്വാർത്ഥത കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രജാസൃഷ്ടി നടത്തുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ത്യാഗം ചെയ്യൂ, അങ്ങനെ നിങ്ങൾ അഭിവൃദ്ധിപ്പെടൂ. ഈ യജ്ഞം, ഈ കർമ്മം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവായി മാറട്ടെ എന്ന്. എല്ലാ അഭീഷ്ടങ്ങളും കറന്നെടുക്കാൻ പറ്റുന്ന ഒരു പശുവാണ് കാമധേനു നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എല്ലാവരുമായിട്ട് സഹകരിച്ച് ഒരു ത്യാഗമനോഭാവത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ ആസക്തി പാടില്ല, അനാസക്തിയായിരിക്കണം. കർമ്മങ്ങളെല്ലാം യജ്ഞഭാവനയോട് കൂടിയിട്ട് വേണം, യജ്ഞഭാവത്തോട് വേണ്ടിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും ഒരു നല്ല നേട്ടം തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പക്ഷിമൃഗാദികളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ധാരാളം ഉപകാരം ചെയ്യുന്നവരാണ്, അല്ലേ? ഇപ്പോൾ പശു പാല് തരുന്നു, ആട് പാല് തരുന്നു, അല്ലെങ്കിൽ പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പലതരത്തിലും നമ്മളുമായിട്ട് റിലേറ്റഡാണ്. നമുക്ക് വേണ്ടിയിട്ട് എത്രയോ സഹായങ്ങൾ ചെയ്യുന്ന ജീവികളാണ്. നമ്മൾ മാത്രം എങ്ങനെയാണ് മനുഷ്യൻ, ഞാൻ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ, അങ്ങനെയുള്ള സ്വാർത്ഥ തൽപരതയാണ് മനുഷ്യൻ്റെ കയ്യിൽ കൂടുതൽ. വളരെ ത്യാഗത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യർ വിരളമാണ്, വളരെ കുറവാണ്. അപ്പം അത് ചെയ്യാതെ നമ്മൾ ഒരു യജ്ഞഭാവേന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതാണല്ലോ കർമ്മരഹസ്യം എന്ന് പറയുന്നത്. യജ്ഞഭാവേന കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ കർമ്മരഹസ്യം. ഇതാണ് അർജുനനെ ഉപദേശിച്ച്. അപ്പോൾ യജ്ഞമാർഗേണ കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത് 11-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു.
ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയപരമ അവാപ്സ്യഥ. പരം അവാപ്സ്യത എന്നാണ്. യാഗത്താൽ വളരും ദേവർ ദേവരാൽ ഭുവനങ്ങളും തമ്മിൽ തമ്മിൽ വളർത്തെന്നാൽ നന്മയ്ക്കാസ്പദമായി വരും. അനേന ദേവാൻ ഭാവയത, ഈ യജ്ഞം കൊണ്ട് ദേവന്മാരെ പോഷിപ്പിക്കൂ. തേ ദേവാഹ വഹ ഭാവയന്തു, ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. പരസ്പരം ഭാവയന്തഃ പരം ശ്രേയ അവാപ്സ്യഥ, അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമശ്രേയസ് നേടുവിൻ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ദൈവികമായിട്ടുള്ള സാധനങ്ങൾ, നേരത്തെ പറഞ്ഞ ദൈവമായിട്ട്, പണ്ട് സൂര്യനെയൊക്കെ ആരാധിച്ചിരുന്നത് ദൈവമായിട്ടാണല്ലേ. വെള്ളം, വായു എല്ലാം ദൈവങ്ങളാണ്. ദൈവമായിട്ട് പണ്ട് കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്നതാണ്. അപ്പോൾ അവർ ഒരു ലാഭേച്ഛയും കൂടാതെ നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോലിയുണ്ട്. എന്താണ്? നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മളും തിരിച്ചും ചെയ്യണം. യജ്ഞം കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ ചെയ്യലാണല്ലോ. അപ്പോൾ ദേവന്മാരാണ് ഈ പ്രപഞ്ചം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കർമ്മം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യജ്ഞരൂപത്തിൽ യാഗം കൊണ്ട് അവരെയും തൃപ്തിപ്പെടുത്തണം, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണം. അത് നമ്മൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നന്ദികേട് കാണിക്കാൻ പാടില്ല. അത് ഭഗവാൻ നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക. എല്ലാ കർമ്മങ്ങളും യജ്ഞകർമ്മേണ ചെയ്യുക. അതായത് യാഗം പോലെ തന്നെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്തു തീർക്കണം. അങ്ങനെ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, അവരിങ്ങോട്ട് നന്മ ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ടും നന്മ ചെയ്യുന്നു. അവിടെ പോയിട്ട് ഞാൻ യാഗം ചെയ്യുന്നത് എനിക്കെന്തെങ്കിലും നേടാനാണ്, അതായത് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാൻ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ള മാതിരി അവിടെ ചെന്ന് വീണ്ടും സ്വാർത്ഥത കാണിക്കാൻ നിൽക്കരുത്. യാഗമാണ് ചെയ്യുന്നത്, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും ചിലപ്പോൾ ചിലർ സ്വാർത്ഥത കാണിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് നേടാനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സൂര്യൻ, അഗ്നി, വായു, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സൂര്യനല്ലേ രാവിലെ സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ ഈ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യനൊരു നന്ദി പറയുകയാണ്. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഭഗവാന് ദീപം തെളിയിക്കും. അല്ലെങ്കിൽ ചിലർ നേരെ അടുപ്പിലാണ് ദീപം തെളിയിക്കുന്നത്, അടുപ്പിൽ കത്തിക്കാനാണ് പോകുന്നത്. അതൊക്കെ അവരോടുള്ള ഒരു നന്ദി തന്നെയാണ്. വായു ആണെങ്കിലോ ഒരു നിമിഷം നമ്മുടെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം നമ്മളെ എന്നും ഈ ശ്വാസത്തോടെ നിലനിർത്തുന്നതിന് നമ്മൾ വായുവിനോട് നന്ദി പറയണം. ഇനി അതിൽ പൊല്യൂഷൻ ഇല്ലാതെ നമ്മൾ കൊണ്ട് നടത്തേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. വായു മുഴുവൻ പൊല്യൂട്ടഡ് ആയാലോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിലനിൽക്കുന്നു, ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. സൂര്യൻ വെളിച്ചം തന്നുകൊണ്ടിരിക്കുന്നു. അഗ്നി, എല്ലാറ്റിലും അഗ്നി എപ്പോഴും ആവശ്യമാണ് അല്ലേ, അഗ്നി. അതെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് നമ്മൾ അവർക്കും ഒരു ചെറിയ നന്ദി കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെല്ലാം ദേവതകളായിട്ടാണല്ലോ പണ്ട് സങ്കല്പിച്ചിരുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പരസ്പര സന്തുലിതാവസ്ഥയിൽ നീങ്ങുക. അതായത് ഒന്നും നശിപ്പിക്കാതെ, പ്രകൃതി നശിപ്പിക്കാതെ, പ്രകൃതിയിലുള്ളതാണല്ലോ ഇതെല്ലാം, പ്രകൃതി നശിപ്പിക്കാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു സന്തുലിതാവസ്ഥ കൈവരും. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവന്മാരുണ്ട് എന്ന് നമ്മൾ നാരായണീയത്തിൽ പഠിച്ചിട്ടുണ്ട്. കണ്ണിന് സൂര്യനാണ്, കൈകൾ ഇന്ദ്രനാണ് അതിൻ്റെ ദേവത. അങ്ങനെ അപ്പോൾ നമ്മളും പഴയ ഋഷിമാർ ചെയ്തിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്തുടർന്ന് അനാവശ്യമായിട്ട് പ്രകൃതിയെ നശിപ്പിക്കരുത്. അപ്പോൾ കണ്ണുകൊണ്ട് നമ്മളൊരു നല്ല ഈശ്വര വിഗ്രഹം കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ആനന്ദം വരുന്നു. അത് സൂര്യനുള്ള ഒരു നന്ദി പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു പൂജയാണ്. കൈകൾ കൊണ്ട് നമ്മൾ പൂജ ചെയ്യുന്നു, അപ്പോൾ അത് ഇന്ദ്രനെ സന്തോഷിപ്പിക്കലാണ്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്നവർക്ക് ദേവതന്മാർക്കുള്ള നന്ദി കൂടെയാണ്.
അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്വധർമ്മം. നമ്മൾ ഒരു ഫലേച്ഛയും കൂടാതെ തന്നെ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വീണ്ടും അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ത്യാഗം കൊണ്ട് ചെയ്യണോ, മനസ്സോടെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയം വരുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതി നിയമങ്ങളെ എത്രത്തോളം അനുസരിക്കാതിരിക്കുന്നോ അത്രയും മനുഷ്യൻ ക്ലേശിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ ധിക്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും പ്രകൃതിയിൽ നമ്മൾ എന്തൊക്കെയാണ് സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതൊന്നുമില്ലാതെ പരസ്പരം പ്രകൃതി നമുക്ക് തരുന്നു, നമ്മൾ പ്രകൃതിയുമായിട്ട് സന്തുലിതാവസ്ഥയിൽ നീങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് 12ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തി യജ്ഞഭാവിത തൈർദത്താന പ്രദായൈഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സാ. യാഗം വഴിക്കു തുഷ്ടന്മാരിഷ്ടം നൽകുന്നു ദേവകൾ, അവർക്കു നൽകിടാത്തോരെ ചോരനായി താൻ നിനയ്ക്കണം. യജ്ഞഭാവിതാഹ ദേവാഹ, യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട ദേവന്മാർ, വഹ ഇഷ്ടാൻ ഭോഗാൻ, നമുക്ക് ഇഷ്ടമുള്ള ഭോജ്യങ്ങളെ തരുന്നു. ദാസ്യന്തേഹി, തരുക തന്നെ ചെയ്യും. തൈഹി ദത്താൻ ഏഭ്യഃ അപ്രദായഃ, അവരാൽ നൽകപ്പെട്ട ഭോഗ്യങ്ങളെ അവർക്ക് കൊടുക്കാതെ യഹ ഭുക്തേ, ആരാണോ അനുഭവിക്കുന്നത്, സഹ സ്തേന ഏവ, അവൻ കള്ളൻ തന്നെയാകുന്നു. അപ്പോൾ യജ്ഞം കൊണ്ട്, അതായത് പ്രകൃതിയിലുള്ള ദേവന്മാർ അവരെ സന്തോഷിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഐശ്വര്യം തരും തന്നെ ചെയ്യും. എന്തായാലും തീർച്ചയായിട്ടും തരും. അതൊരു സത്യമാണ്. നിസ്സാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉദ്ദേശിച്ച ഒരു ഫലം ഉണ്ടാവും. അതൊരു ജീവിത നിയമമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും അതിനെ പറ്റിയിട്ടുള്ള ലാഭത്തെ പറ്റിയിട്ട് ചിന്തിക്കരുത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ സ്വന്തം പ്രയത്നിക്കാതെ, അതായത് അവരോട് നന്ദി കാണിക്കാതെ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതെ അവർ തരുന്ന ഫലം അനുഭവിക്കുകയാണെങ്കിൽ നമ്മളെ വിളിക്കുന്നത് എന്താണ്? കള്ളൻ എന്നാണ് നമ്മുടെ പേര്. അപ്പോൾ എങ്ങനെയാണ് കള്ളനാവുന്നത് എന്നുള്ളത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദേവന്മാരെ അനാദരിക്കലാണെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്യുന്നില്ല, അതായത് അവർ തരുന്ന പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല, അതിനെല്ലാം വെട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ ദോഷം വരുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് നന്ദികേടാണ്. അങ്ങനെ ചെയ്യുന്നവരെ ആണ് എന്ത് വിളിക്കുന്നത്? മോഷ്ടാവ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു അർപ്പണ മനോഭാവത്തോടെ ചെയ്യണം. നമ്മളുടെ ഒരു സ്മരണ, ഒരു നിമിഷത്തെ സ്മരണ, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് സ്മരിക്കുക. ഇപ്പോൾ തീ കത്തിക്കുകയാണെങ്കിൽ അഗ്നിയെ ഒന്ന് സ്മരിക്കുക, സൂര്യനെ ഒന്ന്, നമ്മളുടെ ഒരു വിഗ്രഹം കൈകുപ്പി തൊഴുമ്പോൾ നമുക്ക് ഒരു നന്ദി പ്രകടനം, അതായത് ഇത്രയും നല്ല കാഴ്ച അല്ലേ, അപ്പോൾ സൂര്യനുള്ള ഒരു നന്ദിയായി, ഒരു സ്മരണ മാത്രം മതി. പക്ഷേ അപ്പം നമുക്ക് ഐശ്വര്യം കിട്ടും. പക്ഷേ ഐശ്വര്യം കിട്ടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? കുറച്ച് അഹങ്കാരം വരും. ഇത് ഞാൻ സ്വന്തമായിട്ട് നേടിയതാണ്. അപ്പോൾ കൃതജ്ഞത മറക്കും. അവരെല്ലാം കള്ളന്മാരാണ്. അവർക്ക് എന്താണ് ഫലം? നരകയാതനയാണ് ഫലം. അത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇത് പ്രകൃതി നിയമം, പ്രകൃതിയെ ധിക്കരിച്ചാലുള്ള കാര്യം. ഇനി വ്യക്തികൾക്കും ഇത് ബാധകം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ എത്തിയതിന് എത്രയോ ആൾക്കാരുടെ ത്യാഗമനസ്ഥിതി ഉണ്ട് അവിടെ. നമ്മളെ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിച്ച, അല്ലെങ്കിൽ ആദ്യം വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാർ, പിന്നെ ഗുരുനാഥന്മാർ, പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾക്ക് തുണയായിട്ട് നിന്ന ആൾക്കാർ, ഇവരെ എല്ലാം ഒന്ന് സ്മരിക്കണം എപ്പോഴും. നമ്മൾ ഓരോ സ്റ്റെപ്പിലേക്ക് ഉയർന്നു പോകുമ്പോഴും നമ്മൾ പിന്തിരിഞ്ഞൊന്ന് നോക്കണം. അവർ ആരൊക്കെയാണോ നമ്മളെ ഈ നിലയിൽ എത്തിച്ചതെന്നുള്ളവരെ ഒന്ന് സ്മരിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ സാധ്യമാണോ ചോദിക്കും. അങ്ങനെ ചെയ്യാത്തവരും ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്തവരെയാണ് എന്ത് വിളിക്കുന്നത്? നന്ദി കെട്ടവൻ അല്ലെങ്കിൽ മോഷ്ടാക്കൾ എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ കർമ്മങ്ങളാണ്, അത് സ്വധർമ്മമാണ്. അപ്പോൾ യജ്ഞഭാവേന, അപ്പോൾ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ, അതായത് എൻ്റെ മക്കൾ എന്നെ നോക്കുമോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്.
ഇങ്ങനെയുള്ള ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടാണല്ലോ, നമ്മളെ നോക്കി വളർത്തിയ ആൾക്കാരോടുള്ള നന്ദി സൂചന ഇല്ലാത്തത് കൊണ്ടാണ് വൃദ്ധസദനങ്ങൾ ഉടലെടുക്കുന്നതും നമ്മുടെ സ്വന്തം കാര്യം നേടാനുള്ള താല്പര്യം കൊണ്ട് നമ്മൾ അച്ഛനെയും അമ്മേനെയും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിക്കുന്നതും അവരെയൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാം ആരാണ്? കള്ളന്മാരാണ്. കാരണം നന്ദിയില്ലാതെ അവർ തന്നിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭുജിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ച് അവരിൽ നിന്നാണ് ഇത് കിട്ടിയത് എന്നുള്ള ഒരു സ്മരണ പോലും നമ്മൾ കാണിക്കുന്നില്ല. ഇത് വളരെ മോശമാണ്. അങ്ങനെയുള്ളവരെ വിളിക്കുന്നതാണ് കള്ളൻ. നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് തീർത്തും പറയുകയാണ്. നമ്മൾ 12 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം 13ാമത്തെ ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.